ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജെയിൻ ഗോൺലെറ്റ് തിരിച്ച് വന്നിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഷോപ്പിൽ 1500 ജെമ്മിനാണ് ആക്ച്വലി ജെയിൻ ഗോൺലെറ്റ് വന്നിരിക്കുന്നത്. സോ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. സോ നോക്കുകയാണെങ്കിൽ എത്ര ദിവസം ഉണ്ടാകുമെന്ന് ആക്ച്വലി സൂപ്പർ സെല്ല് കൺഫേം ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സോ എന്തായാലും ഇവിടെ ദേശീയ ഷോപ്പിലായതുകൊണ്ട് തന്നെ വീക്ക്ലി ഡീൽ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. സോ ചിലപ്പോൾ ഒരാഴ്ച കൂടുതൽ ആക്ച്വലി അത് ഷോപ്പിൽ നിന്ന് പോയേക്കാം. സോ 1500 ജെമ്മാണ് ആക്ച്വലി അത് ബൈ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ആക്ച്വലി അത് എങ്ങനെ 1500 ജെം ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറ്റിയിട്ടാണ്. സോ ഇപ്പോൾ ആക്ച്വലി ആദ്യമൊക്കെ ചെക്കൗട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ നോക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ ഇവിടെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. സോ അച്ചീവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആക്കുന്നതോടെ നമുക്ക് ഈസി ആയിട്ട് ജെംസ് ഏൺ ചെയ്യാം. പിന്നെ ആക്ച്വലി പലരും ആദ്യമൊക്കെ ബിൽഡർ ബേസ് അൺലോക്ക് ആകുന്ന സമയത്തൊക്കെ കളിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. സോ ബിൽഡർ ബേസിൽ നോക്കുകയാണെങ്കിൽ നല്ല വർത്തി ആയിട്ടുള്ളൊരു ചലഞ്ച് ഉണ്ട്. സോ അത് വേറെ ഒന്നുമല്ല, 3000 ട്രോഫീസ് ഇൻ ബിൽഡർ ബേസാണ്. അത് 3000 ട്രോഫീസ് എത്തിക്കണം എന്നുള്ളതാണ്. നോക്കുകയാണെങ്കിൽ എൻ്റെ ഹയസ്റ്റ് ട്രോഫി കൗണ്ട് നോക്കുകയാണെങ്കിൽ 2786 സോ 3000 ട്രോഫീസ്, അതായത് ഓൾമോസ്റ്റ് ഒരു 114 ട്രോഫീസ് കൂടി കിട്ടിയാണെങ്കിൽ എനിക്ക് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നോക്കുകയാണെങ്കിൽ ഇതെവിടെ എനിക്ക് 50 ജെംസേ ഉള്ളൂ. എനിക്കത് 1450 ജെംസും കൂടി ഏൺ ചെയ്യണം. സോ 1000 ജെംസ് ആക്ച്വലി നമ്മുടെ ബിൽഡർ ബാറ്റിൽ ട്രോഫീസ് അച്ചീവ് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടും. പിന്നെ ആക്ച്വലി വേണ്ട 450 ട്രോഫി. ആ 450 ട്രോഫി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാനിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ആക്റ്റീവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി ഡൊണേഷനൊക്കെ ചെയ്യുന്നതോടെ നമുക്ക് ആക്ച്വലി സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്ലാൻ ഗെയിംസ് അച്ചീവ് ചെയ്യുന്നതോടെ നമുക്ക് ആക്ച്വലി അതിൽ നിന്ന് 250 ജെംസ് കിട്ടും. പിന്നെ ആക്ച്വലി വാർ സ്റ്റാർസ് അച്ചീവ് ചെയ്യുന്നതിൽ നമുക്ക് 1000 ജെംസ് കിട്ടും. പിന്നെ നമ്മുടെ CWL ആക്ച്വലി 250 സ്റ്റാർസ് അച്ചീവ് ചെയ്താൽ നമുക്ക് 250 ജെം കിട്ടും. അങ്ങനെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. സോ എന്തായാലും നല്ല രീതിക്ക് ആക്ച്വലി ക്ലാനിൽ അത്യാവശ്യം നല്ലൊരു ക്ലാനിൽ കളിച്ച് CWL കളിക്കുന്ന അല്ലെങ്കിൽ വാറും മറ്റു കാര്യങ്ങളും എല്ലാം കളിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 1500 ജെം എന്ന് പറയുന്ന ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാക്കാം. സോ എന്തായാലും പരമാവധി ഈ ബിൽഡർ ബാറ്റിൽ കളിക്കാൻ നോക്കുക. സോ എന്തായാലും നമുക്ക് ട്രെയിനിങ് ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ ബിൽഡർ ബേസിലില്ല. സോ ഈസി ആയിട്ട് നമുക്കൊരു ജസ്റ്റ് എന്താ പറയുക 2-3 ഹവേഴ്സിൽ ഒരു 2000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 2-3 ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കാം. സോ വേറെ മോഡലാണ് 2-3 ഹവേഴ്സ് എന്ന് പറഞ്ഞത്. കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. സോ എൻ്റെ ഡിഫൻസ് ലോഗ് നോക്കുകയാണെങ്കിൽ -50 -50 -50 -20 25 ഇങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. ഞാൻ അറ്റാക്ക് ലോഗ് നോക്കുകയാണെങ്കിൽ 50 17 7 ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആക്ച്വലി പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കുറേ ഞാൻ അറ്റാക്ക് എടുത്തു എങ്കിലും എനിക്ക് വലുതായിട്ട് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 400-500 ട്രോഫീസ് എനിക്കിന്ന് പുഷ് ചെയ്യാൻ പറ്റിയുള്ളൂ. ആക്ച്വലി കയറി പോകുന്നുണ്ട്, പക്ഷെ എന്നാലും 2800 സംതിങ് ട്രോഫീസിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി നമുക്ക് ഇടയ്ക്കടുത്ത് കിട്ടുന്ന ആക്ച്വലി 50 ട്രോഫീസ് എന്ന് പറയുന്നത് നമ്മുടെ എനിമി നമ്മളെ എക്സ്ട്രാ ചെയ്യുമ്പോൾ അന്ന് പോവുകയാണ്. സോ നമ്മൾ അറ്റാക്ക് എന്താ പറയുക 0 യൂസ്. നമ്മൾ ആക്ച്വലി അറ്റാക്ക് കൊണ്ട് ഒരു ഉപയോഗമില്ല. സോ ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അത്യാവശ്യം ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. സോ എന്തായാലും എല്ലാവരും പരമാവധി അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഈസി ആയിട്ട് ഒരു 1000 ജെം ഏൺ ചെയ്യാനുള്ള വഴിയാണ്. സോ എന്തായാലും പരമാവധി എല്ലാവരും അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. പിന്നെ ബാക്കിയുള്ള അച്ചീവ്മെൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിൽ കയറി കാണാൻ പറ്റും. സോ പലർക്കും പല അച്ചീവ്മെൻറ്റ് ഇനി കംപ്ലീറ്റ് ആക്കാൻ ഉണ്ടാവും. സോ പരമാവധി അച്ചീവ്മെൻറ്റ്സ് എല്ലാവരും തന്നെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അത്രയും പെട്ടെന്ന് തന്നെ ആക്ച്വലി ജെയിൻ ഗോൺലെറ്റ് എടുക്കാൻ നോക്കാനും എല്ലാവരും പരമാവധി ബിൽഡർ ബാറ്റിൽസ് കണ്ടിന്യൂസ് അറ്റാക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുക. സോ ഒരിക്കലും അറ്റാക്ക് നിർത്തി എടുക്കാതിരിക്കുക. പരമാവധി അറ്റാക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒപ്പണൻ്റ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. സോ ആ ടൈം ആക്ച്വലി ഒപ്പണൻ്റ് വാച്ച് ചെയ്യാതെ നമ്മൾ അറ്റാക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം പരമാവധി ഒപ്പണൻ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ട്രോഫീസ് ലോസ്റ്റ് ആവുകയാണ്. ഇപ്പോൾ ഇൻ കേസ് നമുക്കിപ്പോൾ 3000 നമ്മുടെ അവനൊരു 10 ട്രോഫി അല്ലെങ്കിൽ 20 ട്രോഫി ഉള്ളൂ. എന്നാൽ ഒപ്പണൻ്റ് നമ്മളെ അടിച്ച് 50 ട്രോഫി നമ്മളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ടോട്ടൽ ഉണ്ടാവും ഏകദേശം 60 ട്രോഫി 70 ട്രോഫി നമുക്ക് വേണ്ടി വരും. പിന്നെ നമ്മൾ 2 അറ്റാക്ക് എടുക്കേണ്ടി വരും. സോ 2 അറ്റാക്ക് ആക്ച്വലി നമുക്ക് 6 സ്റ്റാർ ചെയ്യാൻ കിട്ടില്ല. നമുക്ക് ആക്ച്വലി 50 ട്രോഫി കിട്ടത്തില്ല, കുറവ് ട്രോഫീസേ കിട്ടത്തുള്ളൂ. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു 10-15 ട്രോഫി അല്ലെങ്കിൽ 20 ട്രോഫിക്ക് ആക്ച്വലി നമുക്ക് കുറവ് വന്നേക്കാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 3000 ട്രോഫി ആവാതെയും പോവാം. പിന്നെ നമുക്ക് അറ്റാക്ക് എടുക്കാം എത്ര വേണേലും. സിമോസ് അത്ര അടുത്തെത്തിയിൽ പിന്നെ ഒരു മൾട്ടിപ്പിൾ അറ്റാക്സ് എടുത്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സ്ഥിതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ പരമാവധി എല്ലാവരും കണ്ടിന്യൂസ് ആയി അറ്റാക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ആക്ച്വലി എല്ലാവരും അങ്ങനെ അച്ചീവ്മെൻറ്റ്സ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. സോ പരമാവധി പറ്റുന്നത്ര എല്ലാ അച്ചീവ്മെൻറ്റ്സും കംപ്ലീറ്റ് ആക്കുക. സോ എന്തായാലും ഈ അച്ചീവ്മെൻറ്റ് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആക്കുക. പിന്നെ ആക്ച്വലി ക്യാപിറ്റലിൽ ആക്ച്വലി ചലഞ്ചസ് ഉണ്ട്. സോ അതിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ചലഞ്ച് ആയിട്ടുള്ള ഇനി ഒരു ചലഞ്ച് ആവാൻ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലൂട്ട് ആവശ്യമുണ്ട്. സോ എന്തായാലും ഇപ്പോൾ ആവത്തില്ല, ഒരാഴ്ചക്കുള്ളിലൊന്നും. സോ എന്തായാലും ആ ചലഞ്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ബാക്കിയുള്ളത് നമ്മുടെ അവിടെ സ്കാറ്റർ ഷോട്ട് ചലഞ്ചസ് ഉണ്ട്,
അതുപോലെ ഈഗിളാർട്ടിലെ ചലഞ്ചസ് ഉണ്ട്, അതൊക്കെ അത്യാവശ്യം നല്ല ടൈം എടുക്കും. അവിടെ നോക്കുകയാണെങ്കിൽ എക്സ്പോ ചലഞ്ച് ഉണ്ട്, അതുപോലെ 10ഉം 20ഉം അങ്ങനെ ചെറിയ ചലഞ്ചസ് ഉണ്ടല്ലോ. അത് ആക്ച്വലി നമുക്ക് ഒരുപാട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. സോ അതിൽ തന്നെ ആക്ച്വലി നമുക്കൊരു 5-20 ജമ്പിൻ്റെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് എന്താ 100 ജമ്പ് കിട്ടി. അതിനൊരു 30 ജമ്പിൻ്റെ കംപ്ലീറ്റ് ആക്കാൻ 150 ജമ്പ് കിട്ടി. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പരമാവധി ചെറിയ ചെറിയ ചലഞ്ചസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അല്ലാതെ ചെറിയ ചെറിയ ചലഞ്ചാണ് വേറെ 30 ജമ്പുള്ളൂ അല്ലെങ്കിൽ 20 ജമ്പുള്ളൂ 10 ജമ്പുള്ളൂ അങ്ങനെ പറഞ്ഞ് ഇതാവാതിരിക്കുക. ചിലപ്പോൾ ആക്ച്വലി അതിന് തന്നെ അതിൻ്റെ ഒരു 3rd സ്റ്റാർ ആകുമ്പോൾ ആക്ച്വലി അതിൽ നല്ല രീതിക്ക് ജംപ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ പരമാവധി എല്ലാ ചലഞ്ചസും കളിക്കാൻ നോക്കുക, പെട്ടെന്ന് തന്നെ കളിക്കാൻ നോക്കുക. ഒരാഴ്ചക്കുള്ളിൽ ആക്ച്വലി 1500 ജമ്പ് ഉണ്ടാക്കുക, അങ്ങനെ ജെയിൻ ഗോൾഡ് എടുക്കുക. സോ ഇത് ഫോക്കസ് ചെയ്യുക, പരമാവധി കളിക്കുക, ജെയിൻ ഗോൾഡ് എടുക്കുക. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.